ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സേമിയ പോളൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യൊന്ന് ചൂടായി വന്നാൽ 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു കളർ മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ അതും കോരി മാറ്റുക കേട്ടോ. പിന്നെ ഇതാ 3 ടേബിൾ സ്പൂൺ വെർമസെല്ലിയാണ് എടുത്തിട്ടുള്ളത്, സേമിയ. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സെയിം നെയ്യിൽ തന്നെ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ വറുക്കാത്ത സേമിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വറുത്തയാണെങ്കിൽ നമ്മളിത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വറന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കൂടെ തന്നെ സേമിയ നന്നായിട്ട് വേവ് ചെയ്യണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാവും. അങ്ങനെ നമ്മൾ സേമിയ ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. അതിന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് 2 മീഡിയം സൈസ് ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ടിട്ട് ഒറ്റൊരു വിസിലിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 2 മീഡിയം സൈസ് ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. അതിലേക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ 4 മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു രീതിയിലെത്തും. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സേമിയ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അത് ഡ്രൈ ആവുന്നതിന് സേമിയ നന്നായി കട്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പൊളച്ചമ്പ് എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഒന്നെങ്കിൽ ഒരു അടുപ്പോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പഴയ ഓടോ വെച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ മേലയിൽ വേണം ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇറക്കി വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയ ഓട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലിൽ ഇത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് റെഡിയായി കേട്ടോ. നമ്മുടെ ക്യാരറ്റ് സേമിയ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതും ഒരു 2 മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റ് സേമിയ പോള ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്